എങ്ങനെ ഫാസ്റ്റർ മാക്സ് ചെയ്യാം എന്നതാണ്, എങ്ങനെ മാക്സ് സ്പീഡാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. യൂസ് ഓഫ് ട്രിക്സിൻ്റെ ആപ്ലിക്കബിലിറ്റി. രണ്ട്, എന്തൊക്കെ ടൂൾസാണ് നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പറ്റുക, നമുക്ക് ഓൾറെഡി റെഡി ആയിട്ട് വെക്കാൻ പറ്റുന്ന ടൂൾസ് എന്തൊക്കെയാണ്, പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ്. 3, സ്പീഡ് ആൻഡ് ആക്യുറസി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ മൾട്ടിപ്ലിക്കേഷന് കൺവെൻഷണൽ ആയിട്ടുള്ള എന്തൊക്കെ രീതികൾ നമുക്ക് ഉപയോഗിക്കാം എന്നൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് എന്താണ്? ട്രിക്സാണ്. ട്രിക്സിൻ്റെ ആപ്ലിക്കബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇപ്പോൾ നമ്മൾ സ്ക്വയർ കണ്ടുപിടിക്കുകയാണെന്ന് വിചാരിച്ചു. സ്ക്വയർ കണ്ടുപിടിക്കുന്ന സമയത്ത് ചിലപ്പോൾ കാറ്റഗറീസ് ഉണ്ടാവും. എൻഡിങ് വിത്ത് 5, സ്ക്വയർ ഓഫ് എ നമ്പർ എൻഡിങ് വിത്ത് 5, അതിന് വേറൊരു ട്രിക്കായിരിക്കും. ഒരു ട്രിക്ക് 20 മുതൽ 50 വരെ സ്ക്വയർ കണ്ടുപിടിക്കണമെങ്കിൽ എന്തായിരിക്കും? രണ്ടാമത്തെ ട്രിക്കായിരിക്കും. അതിന് വേറെ കുറേ കാര്യങ്ങൾ ഓർത്ത് നോക്കണം. ബേസ് നമ്പർ, മാജിക് നമ്പർ, അങ്ങനെ ഇങ്ങനെ. 50 മുതൽ 80 വരെ മൂന്നാമത്തെ ട്രിക്ക്. 80 മുതൽ 100 വരെ നാലാമത്തെ ട്രിക്ക്. 100 മുതൽ 150 വരെ അഞ്ചാമത്തെ ട്രിക്ക്. ഇത് ഒരു സ്ക്വയർ കണ്ടുപിടിക്കുന്ന കാര്യമാണ് പറയുന്നത്. അങ്ങനെ ഓരോ കാര്യത്തിനും എന്താണ്, മൾട്ടിപ്പിൾ നമ്പർ ഓഫ് ട്രിക്സ് ഉണ്ട്. ഈ സ്ക്വയർ കണ്ടുപിടിക്കാൻ 150 വരെ കണ്ടുപിടിക്കാൻ 5 മെത്തേഡായി. അതുപോലെ ഇപ്പോൾ ഒരു എറർ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ എറർ ഡിവൈഡഡ് ബൈ 100 മൈനസ് എറർ ഇൻറ്റു 100 എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്തത് ചിലപ്പോൾ ഈ LHS ഓർമ്മയുണ്ടാവില്ല, LHS എന്താണെന്ന് ഓർമ്മയുണ്ടാവില്ല, RHS എന്താണെന്ന് ഓർമ്മയുണ്ടാവില്ല. എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടുന്നൊക്കെ ചെയ്യുമ്പോൾ കിട്ടുമായിരിക്കും, പക്ഷേ എക്സാമിന് പോകുമ്പോൾ അത് ഓർമ്മ നിൽക്കാൻ സാധ്യതയില്ല. അപ്പോൾ ട്രിക്സിൻ്റെ ഒപ്റ്റിമം യൂസ്, ട്രിക്സ് ഉപയോഗിക്കുന്ന സമയത്ത് വളരെ കോൺഫിഡൻ്റ് ആണെങ്കിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. കോൺഫിഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. അടുത്തത് ഫോർമുല എത്രമാത്രം പഠിച്ചു വെക്കുക എന്നുള്ളത് ഒരാളുടെ മെമ്മറി കപ്പാസിറ്റിയൊക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ചില ഫോർമുലാസ് ഓർമ്മ വരും. കാരണം ഏതാണ് ഇമ്പോർട്ടൻറ്റ്, എത്രമാത്രം ഫ്രീക്വൻ്റ് ആയിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അതിനനുസരിച്ച് ഫോർമുല പഠിക്കുന്നത് കുറച്ചും കൂടെ നല്ലതാണ്. പക്ഷേ എന്തായാലും ബേസിക് ഫോർമുലാസ് പഠിച്ചേ പറ്റുള്ളൂ. മൂന്നാമത്തെ കാര്യം സ്പീഡും ആക്യുറസിയും. സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കണം. എന്തൊക്കെ കാര്യമാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒന്ന് ടേബിൾ, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര വരെ പഠിക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. 1 to 20 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിളുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ആപ്ലിക്കബിലിറ്റി എന്ന് പറയുന്നത് എല്ലാ ക്വസ്റ്റ്യൻസിലും വരും. അതുപോലെ തന്നെ ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സിംപ്ലിഫിക്കേഷനിൽ വരും. അതുപോലെ മറ്റ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനോ വല്ല പൈ ചാർട്ടോ അങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ വരും. കാരണം PSCയുടെയും ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ മാറുകയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് എക്സ്പെക്റ്റ് ചെയ്യണം. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. 13 into 12 എത്രയാണ്? 156 ആണ്. ഇത് അറിയുന്ന ആൾക്ക് എത്ര സെക്കൻഡ് മതി അതറിയാൻ? ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ എന്തായിരിക്കും 156 ഡിവൈഡഡ് ബൈ 13 പ്ലസ് 50 ഡിവൈഡഡ് ബൈ 5 പ്ലസ് 130 ഡിവൈഡഡ് ബൈ 10 ആയിരിക്കും. ഇപ്പോൾ ഇത് 12 ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം എളുപ്പമില്ലേ? കഴിഞ്ഞില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള സിംപ്ലിഫിക്കേഷൻ കുറേയും കൂടി ഈസി ആക്കണം. എന്താണ് ടേബിൾ 1 to 20 എങ്ങനെയാണോ നമ്മൾ 1 to 10 പഠിച്ച് അതുപോലെ ബൈ ഹാർട്ടാക്കി പഠിക്കുന്നത് വളരെ നല്ലതാണ്. 2, ഈ പറഞ്ഞ സ്ക്വയർ ട്രിക്കൊക്കെ 40-ന് ശേഷം ഉപയോഗിച്ചാൽ മതി. 1 to 40 സ്ക്വയേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ല കോൺഫിഡൻ്റ് ആവും നമ്പേഴ്സ് കാണുമ്പോൾ. ഇപ്പോൾ 729 എന്ന് പറയുന്ന എത്രേൻ്റെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ 676 അല്ലെങ്കിൽ 625 സ്ക്വയർ, അങ്ങനെയുള്ള നമ്പേഴ്സ് നമുക്ക് പെട്ടെന്ന് കോൺഫിഡൻസ് വരും. അതായത് നമ്പർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഇങ്ങനെയാണ് എന്നറിയാം. ഇപ്പോൾ 841 എത്രയാണ്? 29 സ്ക്വയറാണ്. ഇതുപോലെ എന്ത് വേണം? ക്യൂബ്സും അറ്റ്ലീസ്റ്റ് 1 to 20 ക്യൂബ് 8000 എന്ന് വരെയെങ്കിലും നമ്മൾ പഠിച്ചാൽ ഈ പറഞ്ഞ 1 കാര്യങ്ങൾ സ്പീഡാവും, 2 ഈ പറയുന്ന വാല്യൂസ് ആയിട്ട് ഒരു ഫെമിലിയറൈസേഷൻ വരും. നമുക്കിപ്പോൾ 125 നമുക്ക് ഫെമിലിയർ ആണ്, അല്ലെങ്കിൽ 25 ഫെമിലിയർ ആണ്, 36 ഫെമിലിയർ ആണ്. അതുപോലെ തന്നെ 729 ഫെമിലിയർ ആവും. അങ്ങനെയുള്ള കുറേ വാല്യൂസ് ഫെമിലിയർ ആവും. അപ്പോൾ ഫെമിലിയറൈസേഷൻ ഓഫ് നമ്പേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത്
ഫ്രാക്ഷൻ കൺവേർഷനാണ്. ഫ്രാക്ഷൻ ടു പെർസെൻറ്റേജ് കൺവേർഷൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് റീകളക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും. ഇപ്പം പറയാം 100 എന്ന് പറയുന്നത് 100% എന്ന് പറഞ്ഞാൽ 100% ആണ്. 1/5 20 ആണെന്ന് അറിയാം. അത് കഴിഞ്ഞിട്ടുള്ള വാല്യൂസ് അറിയാൻ പറ്റണം. ഇപ്പോൾ 62.5% ഒരു സിംപ്ലിഫിക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്കറിയണം 5/8 ആണെന്ന്. മനസ്സിലായില്ലേ? 66.67 എന്ന് പറഞ്ഞാൽ എന്താ 2/3 ആണെന്ന് അറിയണം. അല്ലെങ്കിൽ 33 1/3 എന്ന് പറഞ്ഞാൽ 1/3 ആണെന്ന് അറിയണം. ഇങ്ങനെയുള്ള പെർസെൻറ്റേജ് വാല്യൂ കമ്പാരിസൺസ് കൺവേർഷൻസ് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ എന്താ ഗുണം എന്നറിയോ? ഈ പറയുന്ന സിംപ്ലിഫിക്കേഷൻ പ്രോഗ്രാംസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ മറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ഇടയിൽ വരുന്ന കാൽക്കുലേഷൻസൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ്റെ ഒക്കെ കാര്യത്തിൽ, മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ്റെ ഒക്കെ കാര്യത്തിൽ മാക്സിമം സ്പീഡായിട്ടുള്ള കൺവെൻഷണൽ മെത്തേഡ്സ്, ചെറിയ മെത്തേഡ്സ് മാത്രം ഫോളോ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം മൾട്ടിപ്ലിക്കേഷൻ്റെ സമയത്തൊക്കെ നമ്മൾ ട്രിക്ക് ആലോചിക്കാനും അത് കോംപ്ലിക്കേറ്റഡ് ആക്കുകയും ചെയ്യുന്നതിനേക്കാളും നല്ലത്. ട്രിക്ക് എന്തായാലും പറഞ്ഞു തരും, അടുത്ത ക്ലാസ്സിൽ ട്രിക്ക് എന്തായാലും പറഞ്ഞു തരുന്നതാണ്. പക്ഷേ ട്രിക്സൊക്കെ പഠിക്കുന്നതിന് മുമ്പ് തന്നെ മാക്സിമം സ്പീഡ് മറ്റ് കാര്യങ്ങൾ ഇപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുക. ഇപ്പം 105 × 25 ആണെങ്കിൽ 100 + 5 എന്ന് മനസ്സിൽ സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം 25 ചെയ്താൽ മതി. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് 25 × 100 2500 + 25 × 5 എത്രയാണെന്ന് വെച്ചാൽ 125. അപ്പോൾ 2625 അങ്ങനെ ചെയ്യുന്നതാണ് കുറേയും കൂടി നല്ലത്. കാരണം എല്ലാത്തിനും ട്രിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കോംപ്ലിക്കേഷൻസ് വരും. അപ്പോൾ മാക്സിമം നമ്പർ ഓഫ് സാധനങ്ങൾ നമ്മൾ പ്രിപ്പറേഷൻ എന്ന രീതിയിൽ പഠിക്കുന്നതിന് മുമ്പേ ചെയ്യേണ്ടതാണ്. ഒരു പ്രോബ്ലം സോൾവിങ്ങിന് മുമ്പേ നമ്മൾ ഈ ടേബിളും സ്ക്വയറൊക്കെ റെഡിയാക്കിയാൽ കുറേയും കൂടി നമ്പേഴ്സ് ഫെമിലറൈസ് ആവും. അപ്പോൾ അത് കുറേയും കൂടി എഫക്റ്റീവ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ കരുതുന്നത് അത് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കൂ. യൂസ്ഫുൾ ആണോ എന്ന് നോക്കാമല്ലോ എന്തായാലും. ഇപ്പോൾ 1 to 10 വരെ നമ്മൾ ഈസി ആയിട്ട് റിമെമ്പർ ചെയ്യുന്നില്ലേ, അതുപോലെ തന്നെ 10 to 20 സ്ക്വയർ അല്ലെങ്കിൽ ടേബിൾ പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഏത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണെങ്കിലും ഒരുപാട് തവണ ചെയ്യുന്നതിലൂടെ നമുക്ക് ഫെമിലിയർ ആവും. അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഫെമിലിയർ ആവും. ഇപ്പോൾ ഡിസ്കൗണ്ടിനെ കുറിച്ചാണെങ്കിലും ഡിസ്കൗണ്ട് റിലേറ്റീവ്ലി കോസ്റ്റ് പ്രൈസിനേക്കാളും കൂടുതൽ കേൾക്കാത്തതാണ്. എന്തുകൊണ്ടാണ്? കോസ്റ്റ് പ്രൈസ് എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്. കോസ്റ്റ് പ്രൈസ് ഓഫ് എ പ്രൊഡക്റ്റ് ഈസ് എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യങ്ങൾ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡിസ്കൗണ്ട് വരുമ്പോഴോ അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് വരുമ്പോഴോ നമുക്കൊരു ടെൻഷൻ ഉണ്ട് കിട്ടുമോ എന്നുള്ളത്. എന്തുകൊണ്ടാണ്? മാർക്കറ്റ് പ്രൈസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എത്ര ചെയ്തിട്ടുണ്ട്. നേരെ മറിച്ച് കോസ്റ്റ് പ്രൈസ് എല്ലാത്തിലും ഉണ്ട്, സെല്ലിംഗ് പ്രൈസ് എല്ലാത്തിലും ഉണ്ട് അല്ലേ. പക്ഷേ മാർക്കറ്റ് പ്രൈസോ ഡിസ്കൗണ്ട് റേറ്റോ മാർക്കറ്റ് പ്രൈസിൻ്റെ മുകളിൽ വേറെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചെറുതായിട്ട് സംശയമായി. അതെന്തുകൊണ്ട്? മാർക്കറ്റ് പ്രൈസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ടാണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ ശരി, ബൈ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ട്രിക്സുമായി ബന്ധപ്പെട്ട് 1-2 സ്ക്വയറിങ് ട്രിക്സും മറ്റേതൊക്കെ നമ്മൾ പഠിക്കാം. ബൈ, ടേക്ക് കെയർ.